ഞങ്ങളോട് കളിക്കല്ലേ, വിവരമറിയും. പാകിസ്ഥാനെ എല്ലാ തരത്തിലും ഒറ്റപ്പെടുത്തുമെന്നും ഇന്ത്യ പറഞ്ഞത് അതേപടി ശരിയാകുന്നു. തിരിച്ചടിക്കുമെന്ന് ഇന്ത്യ പറഞ്ഞത് മാനസികമായി പാകിസ്ഥാനെ തളർത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം സൗദി രാജകുമാരൻ ഇന്ത്യയിലെത്തിയപ്പോൾ രാജ്യത്തിന് ഒപ്പം നിന്ന് പറഞ്ഞതാണ് ഭീകരതയെ പ്രോത്സാഹിപ്പിക്കില്ലെന്ന്. അതുതന്നെ പാകിസ്ഥാനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു. പാകിസ്ഥാനെ കൈകൊടുത്ത് സൽമാൻ രാജകുമാരൻ തിരിച്ചെടുക്കുന്ന സൂചന തന്നെയാണ് പാകിസ്ഥാനിൽ നിന്ന് വരുന്നത്. കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ തിരിച്ചടിയാണ് പാകിസ്ഥാന് അതിൽ നിന്ന് നേരിടാൻ പോകുന്നത്. കാരണം സാമ്പത്തിക മേഖലയിൽ തന്നെ ഏറെ ഗുണപ്രദമായ കരാറുകളാണ് സൗദി പാകിസ്ഥാന് വാഗ്ദാനം നൽകിയത്. അതിന് മങ്ങലേൽക്കുന്ന കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന ആശങ്കയും ഇപ്പോൾ പാകിസ്ഥാനുണ്ട്. അതിനിടയിലാണ് പാകിസ്ഥാനോടുള്ള കളി ഞങ്ങൾക്ക് വേണ്ട എന്ന് ഇന്ത്യ പറയുന്നത്. ലോക ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ശക്തി എന്ന നിലയിൽ ഇന്ത്യ ലോകകപ്പിൽ നിന്ന് പിന്മാറിയാൽ അത് മറ്റൊരു ചരിത്രമാകും. ലോകകപ്പിൽ ജൂൺ 16 ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നിശ്ചയിച്ചിട്ടുള്ളത്. സുപ്രീം കോടതി നിയോഗിച്ചിട്ടുള്ള സമിതിയാണ് വിഷയം ഇന്ന് ചർച്ച ചെയ്യുന്നത്. പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ കളിക്കുമോ എന്ന കാര്യത്തിൽ ഇന്ത്യ ചർച്ച തുടങ്ങിയത്. ലോകകപ്പിൽ നിന്ന് പാകിസ്ഥാനെ വിലക്കണമെന്ന് ആവശ്യപ്പെട്ട് BCCI ICCക്ക് കത്ത് നൽകും. ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ കളിക്കുമോ എന്ന കാര്യത്തിൽ BCCI ഉന്നതാധികാര സമിതി തീരുമാനമെടുക്കും. വിനോദ് റായുടെ അധ്യക്ഷതയിൽ സുപ്രീം കോടതി നിയോഗിച്ചിട്ടുള്ള സമിതിയാണ് വിഷയം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ തീരുമാനം പരിഗണിച്ചതിന് ശേഷമായിരിക്കും BCCI അന്തിമ തീരുമാനം എടുക്കുക. പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ കളിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ചർച്ച തുടരുക തന്നെയാണ്. പാകിസ്ഥാനെ ലോകകപ്പിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് BCCI കത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത്തരം വിഷയങ്ങളും ഉന്നതാധികാര സമിതി ഇന്ന് ചർച്ച ചെയ്യും. ക്രിക്കറ്റ് ലോകകപ്പിൽ നിന്ന് പാകിസ്ഥാനെ വിലക്കണമെന്ന് ആവശ്യപ്പെട്ട് BCCI ICCക്ക് കത്ത് നൽകി. നിയമപരമായി ICCയെ സമീപിക്കുന്നതിൽ കാര്യമുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് BCCI ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ രാഹുൽ ജോഗ്രിയാണ് കത്ത് നൽകിയതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പുൽവാമയിൽ നടന്ന ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനുള്ള പങ്ക് ചൂണ്ടിക്കാണിച്ചാണ് ലോകകപ്പിൽ പാകിസ്ഥാനെ പങ്കെടുപ്പിക്കരുതെന്ന് ഇന്ത്യ നിലപാട് സ്വീകരിക്കുന്നതെന്ന് കത്തിൽ വ്യക്തമാക്കുന്നു. എന്തായാലും നിലവിലെ സാഹചര്യം പാകിസ്ഥാനും ഇന്ത്യയും രണ്ട് തട്ടിലാണ്. പ്രത്യേകിച്ച് പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായും എല്ലാ തരത്തിലും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക എന്ന ലക്ഷ്യം തന്നെയാണ് തിരിച്ചടി കൊണ്ട് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. അതിന്റെ മുന്നോടിയായാണ് സൽമാൻ രാജകുമാരന്റെ ഇന്ത്യ സന്ദർശനവും. എന്തായാലും ഇനി പാകിസ്ഥാനോടൊപ്പം കളിക്കില്ല എന്ന് ഇന്ത്യ തീർത്തു പറഞ്ഞിരിക്കുന്നു. അത് എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ളത് വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.